ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പാഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂണിൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്ക് പെയിൻ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് ബ്രഷാണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വൈറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ലൈറ്റ് കുറഞ്ഞ് വരുന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നതോറും വൈറ്റ് ഷെയ്ഡ് കുറഞ്ഞ് വരുന്ന രീതിയിലും കൂടെ ഒന്ന് ബ്ലാക്കും വൈറ്റും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ച് മരത്തിൻ്റെ കൊമ്പുകൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറും വൈറ്റ് കളറുമാണ് കേട്ടോ പെയിൻറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫിൽബേർഡ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് വെച്ചിട്ടും വരച്ചു കൊടുക്കാൻ പറ്റും. ഫിൽബേർഡ് ബ്രഷ് ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളൂ കേട്ടോ. 3 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ബ്രഷൊന്നും ഇല്ലെങ്കിൽ ഫിംഗറിൻ്റെ ടിപ്പിൽ പെയിൻറ്റ് ആക്കിയിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവർ പെറ്റൽ വീഴുന്ന പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനർ ബ്രഷ് വെച്ച് ചെറിയ മരത്തിൻ്റെ കൊമ്പുകളൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ മരത്തിൻ്റെ കൊമ്പുകൾ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മരത്തിൽ കുറച്ച് ഫ്ലവർ ബഡ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ യെല്ലോ കളർ വെച്ചിട്ട് ഓരോ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് ലീവ്സും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഡാർക്ക് ഗ്രീനും യെല്ലോവും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലീവ്സ് മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൽ കുറച്ച് ചെറിയ ഡോട്ട്സുകളൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്റ്റാർ പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഫ്ലവർ നിങ്ങൾക്ക് ഏത് കളർ ഉപയോഗിച്ചിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറും ക്രിസ്മസ് കാർഡുകളൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ. മൺഡേയും വെനസ്ഡേയും സാറ്റർഡേയും വൈകുന്നേരം 5:30ക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.